ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് റേഷൻ അരിയിൽ ഉണ്ടാക്കിയ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇത് ചട്നിയാണ്. ഇത് പയർ മുളപ്പിച്ച് വേവിച്ചതാണ്, കടുക് വറുത്തു. അടുത്ത് നമുക്ക് റേഷൻ അരി കൊണ്ട് പൊടിച്ച് ഉണ്ടാക്കിയ മാവിൽ കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. ഇത് കൊഴുക്കട്ട മാവാണ്. അതിനു വേണ്ടി കടുക് വറുക്കാൻ വേണ്ടി ഉള്ളി, തക്കാളി, വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയും ശകലം പുതിനയിലയും വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടിച്ച്, എന്നിട്ട് ഈ ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തക്കാളി കൂടെ ചേർക്കുക. തക്കാളി ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർക്കാൻ മതി കേട്ടോ, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കൂട്ട് റേഷനരി മാവിലേക്ക് എടുത്ത് നമ്മൾ ഇടണം. ഇത് കണ്ടോ, റേഷനരി ഉപ്പും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഈ കൂട്ടും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് ഇഡലി പാത്രത്തിൽ ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് കൊഴുക്കട്ടയാക്കി ഇഡലി പാത്രത്തിൽ വെച്ച് വേവിക്കണം. നമുക്ക് അടച്ചു വയ്ക്കാം. റേഷനരി കൊഴുക്കട്ട റെഡി. അതിൻ്റെ കൂടെ ചമ്മന്തിയാണ്, കറിവേപ്പില ചമ്മന്തിയാണ്. ഇതാണ്ട കണ്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റേഷനരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. റേഷനരി പുട്ട്, ദെൻ റേഷനരി കൊഴുക്കട്ട, അതിൻ്റെ കൂടെ സൈഡ് ഡിഷാണ് ഇതൊക്കെ. ഞാൻ സാധാരണ റേഷനരി ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നതുകൊണ്ട് ഒന്ന് വാങ്ങി യൂസ് ചെയ്താലോ കരുതി അങ്ങനെ ഞാൻ വാങ്ങി ഈ റേഷനരി കഴുകി ഒരു ദിവസം വെയിലത്തിട്ട് ഉണക്കി കൊണ്ട് പൊടിച്ച മാവ് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.